ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെൻസി. കഴിഞ്ഞ ദിവസം നമ്മൾ ക്രോപ്പ് ടോപ്പും അംബ്രല്ല സ്കേർട്ടിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. അംബ്രല്ല സ്കേർട്ട് നിങ്ങൾ കണ്ടു. ഇനി അടുത്തത് നമ്മൾ അതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അതിൻ്റെ പാറ്റേൺ ഞാൻ ഒന്നുകൂടി പറയാം. സ്ലീവ്ലെസ് ആണ്, ബാക്ക് ഓപ്പൺ വന്നിട്ട് ബാക്ക് ഡീപ്പ് വി നെക്കാണ് വരുന്നത്. എന്നിട്ട് ലൂപ്പും ബട്ടണും ആണ് ഓപ്പണിങ്ങിൽ വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് കയറി ഒരു ക്ലോസ്ഡ് നെക്കിന്റെ മോഡലിലാണ് വരുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ തന്നെ ലൈനിങ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നല്ല പീസ്. ഇതാണ് ടോപ്പിന്റെ പീസ്. ഓക്കെ, ക്രോപ്പ് ടോപ്പിന്റെ ഫുൾ ലെങ്ത് വരുന്നത് 13 ഇഞ്ചാണ്. 13 ഇഞ്ച് ലെങ്ത് പ്ലസ് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ, 14 ഇഞ്ച് എടുക്കുന്നുണ്ട്. കാരണം ബ്ലൗസുകളെല്ലാം നമ്മൾ സാധാരണയായിട്ട് അടിവശത്ത് 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ഇടുന്നുള്ളൂ. എന്നിട്ട് വേറൊരു പീസ് വെച്ചിട്ടാണ് നമ്മൾ മടക്കി ഉള്ളിലേക്ക് വയ്ക്കുന്നത്. അപ്പം അതുകൊണ്ട് ആണ് നമ്മൾ 1 ഇഞ്ച് മാത്രമേ മുകളിലത്തെ 1/4 ഇഞ്ചും താഴത്തെ 1/2 ഇഞ്ചുമായിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ സ്റ്റിച്ചിങ് അലവൻസ് ഇടുന്നുള്ളൂ. ഓക്കെ, അതിപ്പോൾ നമ്മൾ സാരി ബ്ലൗസിനും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഷോൾഡർ എടുക്കുന്നത് 5 ഇഞ്ചാണ്. ഇതൊരു 10 വയസ്സുള്ള കുട്ടിക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്യുന്നത്. കൈക്കുഴിയുടെയും 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വരുന്നത് 8 ഇഞ്ചാണ്. 8 ഇഞ്ച് മാർക്ക് ചെയ്ത് 2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ചൊന്നും എല്ലാവർക്കും വേണമെന്ന് ഞാൻ പറയണില്ല കേട്ടോ. ഞാൻ എൻ്റെ ചെയ്യുന്ന കസ്റ്റമേഴ്സിനെല്ലാം ഞാൻ കുറച്ച് തുണി എക്സ്ട്രാ ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം ഒന്ന് വലുതാക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വലുതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറുള്ളതാണ്. അപ്പം അത് ഓപ്ഷനിലാണ്. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഇട്ടാലും മതി. വേസ്റ്റിന്റെ വണ്ണം നമുക്ക് 7.25 വരുന്നത്. 7.25 മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ്. നമ്മൾ ഫുൾ ലെങ്ത് എടുത്തത് 14ആണ്. ഈ ഒരു സൈഡ് നമ്മൾ 1/2 ഇഞ്ച് കയറ്റിയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ 13.5 മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ഇത് സ്ലാൻഡിങ് ആയിട്ട് വരയ്ക്കുകയാണ് അടിവശം. ചെസ്റ്റ് വേസ്റ്റ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ കൈക്കുഴിയും ജോയിൻ ചെയ്യാം. കൈക്കുഴി നമുക്ക് വരയ്ക്കാം. കൈക്കുഴി വരുന്നത് നമുക്ക് 14 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് നോക്കുക 14 കിട്ടുന്നുണ്ടോന്ന്. കറക്റ്റ് 7 ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ. സ്ലീവ്ലെസ് മോഡലാണ്, അപ്പോൾ ആ സ്ലീവ് ഒന്നും അറ്റാച്ച് ചെയ്യണ്ട. ഓക്കെ, നെക്ക് വൈഡ് നമ്മൾ എടുക്കുന്നത് 2.5 2.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് സ്ലാൻഡിങ് കൊടുക്കുക ഷോൾഡറിലേക്ക്. ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം നമ്മൾ 3 ഇഞ്ചാണ് എടുക്കുന്നത്. 3 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് ഷോൾഡറിനും പോകും. ഇവിടെ നമുക്ക് അടിച്ചു മറിക്കാൻ 1/4 ഇഞ്ച് വേണം. അപ്പം 3.25 നമ്മൾ മാർക്ക് ചെയ്യാണ്. ഓക്കെ, കൈക്കുഴിയുടെ ഫ്രണ്ട് വശം നമുക്കൊന്ന് കുഴിച്ചു വരയ്ക്കാം.
ബാക്ക് ഓപ്പൺ ആണ് വരുന്നത്. കഴുത്ത് നമുക്ക് ഇപ്പൊ വെട്ടണ്ട, ബാക്കി ഭാഗം നമ്മളിപ്പോ വെട്ടിയെടുക്കുകയാണ്. ഫ്രണ്ടും ബാക്കും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ 2 ലെയറോട് കൂടി ഫോൾഡിങ്ങിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ലൈനിങ് 2 ലെയർ ഉണ്ട്, എന്നിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോ നമ്മള് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കട്ട് ചെയ്തത്. ഇനി സെപ്പറേറ്റ് എടുത്തിട്ട് വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാനും കൈക്കുഴി വെട്ടാനും അതുപോലെ തന്നെ ബാക്ക് നെക്ക് വെട്ടാനും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾക്ക് ഇവിടെയും ഫോൾഡിങ് വരുന്നത് ഉള്ളതുകൊണ്ട് ആ ഫോൾഡിങ് മാറ്റിയിട്ട് സെപ്പറേറ്റ് ചെയ്യാം ഫ്രണ്ടും ബാക്കും. ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ട്, ഇത് നമ്മുടെ ബാക്ക് പാർട്ട്. കൈക്കുഴി ഒഴിച്ചു വെട്ടി അതുപോലെ തന്നെ നമുക്ക് നെക്കും കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് പാർട്ടാണ്, മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ ഇനി ബാക്ക് പാർട്ടിന്റെ ബാക്ക് നെക്കാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫോൾഡിങ് ഇവിടെ ആവശ്യമില്ല, ഇവിടെ ഓപ്പണിംഗ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് നെക്കിന്റെ ഇറക്കം വരുന്നത് 8 ഇഞ്ചാണ്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. 8 ഇഞ്ച് പ്ലസ് മുകളിലത്തെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് വരും. 8.5 ഇവിടെ അടിച്ചു മറിക്കാൻ 1/4 ഇഞ്ച് വേണ്ടത് കൊണ്ട് നമ്മൾ 8.25 മാർക്ക് ചെയ്യുന്നു. നെക്ക് വൈഡ് നമ്മൾ 2.5 എടുക്കുന്നത്. നമ്മൾ വി ഷേപ്പില് ജസ്റ്റ് കട്ട് മാർക്ക് ചെയ്യണം. വി വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൊളുത്ത് പടിക്കും ഹുക്കിന്റെ പടിക്കുമായിട്ട് ഒരു നമ്മൾക്ക് അടിച്ചു മറിക്കാനായിട്ട് ഒരു 1/4 ഇഞ്ചിന്റെ തുണി ഇവിടെ പോവും. അപ്പൊ നമ്മുടെ ആ ഒരു വി ഷേപ്പ് പോവാണ്ടിരിക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അത് വിയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിത് മാർക്ക് ചെയ്തു, കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ഫോൾഡിങ് ഉള്ള വശം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പൊ നമ്മള് പീസ് 2 പാർട്ടായി. ഇനി നമ്മൾ ഈ ഒരു പീസിനെ നല്ല പീസിലേക്ക് വെച്ച് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പൊ നമ്മള് നല്ല പീസ് ഫ്രണ്ടിന്റെയും ബാക്കിന്റെയും നല്ല പീസ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങാൻ പോവാണ്. ഓക്കെ, നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങാൻ പോവാണ്. ആദ്യമേ തന്നെ നമ്മൾ ലൈനിങ് നല്ല പീസുമായിട്ട് ഒരുമിച്ച് വെച്ചിട്ട് കഴുത്തും സ്ലീവിന്റെ ഭാഗവും അടിച്ചു മറിക്കുകയാണ്. ഇതിലൂടെ അടിക്കുക, അതുപോലെ സ്ലീവിന്റെ പോർഷനും അടിക്കുക, എന്നിട്ട് മറിച്ചിടുക. ഓക്കെ, അതുപോലെ തന്നെ ബാക്ക് പീസിന്റെയും ഈ കഴുത്തിന്റെ വശവും അതുപോലെ തന്നെ കൈയുടെ വശവും അടിച്ചിട്ട് മറിച്ചിട്ടിട്ട് ആണ് നമ്മൾ കൊളുത്തിന്റെ പടിയും ഹൂക്കിന്റെ പടിയൊക്കെ വെച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഫ്രണ്ട് പീസും ബാക്ക് പീസും നെക്കും സ്ലീവും അടിച്ച് മറിച്ചിട്ട് കട്ടിങ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മറിക്കുക കേട്ടോ. അപ്പം അത് ഫ്രണ്ട് പീസും മറിച്ചെടുത്തു, ബാക്ക് പീസും നമ്മൾ മറിച്ചെടുത്തു. ഇനി നമ്മൾ ഇവിടെ ഉള്ള കൊളുത്തിന്റെ തള്ളുപടിയും കൊളുത്തുപടിയും വെച്ചു കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ലൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. ലൂപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം. ലൂപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിതിങ്ങനെ വെച്ചിട്ട് ത്രെഡ് പോകുന്ന വലിപ്പത്തിൽ അടിക്കുക, എന്നിട്ട് ഇത് മറിച്ചിടുക. ഓക്കെ,
നമ്മൾ ഇനി പടി വെച്ച് കൊടുക്കുകയാണ്. പടി വെച്ച് കൊടുക്കുമ്പോൾ നമ്മളത് ലൂപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 2.25 ഇഞ്ച് ലെങ്തിലുള്ള ലൂപ്പുകളാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അത് നമ്മൾ ഈ ഒരു പീസ് ഇവിടെ വെച്ച് കൊടുത്ത് അടിക്കണതിൻ്റെ കൂട്ടത്തിൽ ഉള്ളിൽ ഈ ലൂപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടിക്കുക. എന്നിട്ട് ഇത് മറിച്ചിടുമ്പോഴത്തേക്കും ഇതിങ്ങനെ വരത്തക്ക രീതി. ഓക്കെ. ലൂപ്പ് വയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ഒന്ന് നൂലുകൊണ്ട് ചുറ്റി കൊടുക്കുക, ഇത് അകന്ന് പോകാണ്ടിരിക്കാൻ. എന്നിട്ട് ഇത് വെച്ച് കൊടുക്കുക. ഓക്കെ. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ തള്ളുപടിയായിട്ട് ബ്ലൗസിന് ചെയ്യുന്ന പോലെ കൊടുക്കുക. നമ്മുടെ ഹുക്ക് കൊളുത്താനുള്ളത് 2.5 ഇഞ്ച് ലെങ്തിലുള്ള വീതിയിലുള്ള പീസ് എടുത്ത് മറിച്ച് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇതായപ്പോൾ നമ്മൾ ലൂപ്പ് വെച്ച് കൊടുത്തു, അടിച്ച് മറിച്ചു. അതുപോലെ തന്നെ ഇപ്പുറത്ത് തള്ളുപടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിവശം വേറൊരു പീസ് വെച്ച് മടക്കി അടിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് പീസിൻ്റെ. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് ഷേപ്പ് ചെയ്യുന്നത്. ഓക്കെ. അതായപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് ഷേപ്പ് ചെയ്തു. ബ്ലൗസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. താഴെവശം നമ്മൾ പീസ് കൊടുത്ത് മറിച്ചത് ഹെം ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ലൂപ്പ് വെച്ചതിൻ്റെ ഇവിടെ ഇതുപോലെ തുണി കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ബട്ടണുകൾ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഹുക്കും വെച്ച് കൊടുക്കുക. ഓക്കെ. ഞാൻ ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം. ഇതായപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഷേപ്പ് ചെയ്തു, ഷോൾഡർ ലോക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ബാക്ക് പോർഷൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മളിപ്പോൾ ആദ്യം കണ്ടത് ഫ്രണ്ട് പോർഷനാണ്. ക്ലോസ്ഡ് നെക്കായിട്ട് വന്നിട്ട് ബാക്ക് പോർഷൻ വി ഷേപ്പിൽ വന്ന ബട്ടണുകളാണ് നമ്മൾ ഫിക്സ് ചെയ്തു. വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്